അതായത് സന്ദീപ് വാര്യരെ ഉപയോഗിച്ച് കോൺഗ്രസ് ബി.ജെ.പിയുടെ അടിവേര് മാന്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരെ ഏത് പാർട്ടിയിൽ നിന്ന് എങ്ങനെ എപ്പോൾ കൊണ്ടുവരണം, അതിൽ 101% കൃത്യമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ടോം വടക്കൻ വരുന്നതിലൂടെ ദേശീയ തലത്തിലൊരു വലിയ പ്രകമ്പനം ഉണ്ടാവും. അതുപോലെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്നാണ്. പക്ഷേ നമ്മളൊന്നും കണ്ടില്ല. അബ്ദുള്ള കുട്ടിയെ ദേശീയ മുസ്ലിമായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി മുസ്ലിങ്ങളൊക്കെ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. നമ്മളൊന്നും കണ്ടില്ല. അനിൽ ആൻ്റണി വരുമ്പോൾ ക്രൈസ്തവ യുവത മുഴുവനായി നമ്മളിലേക്ക് വരികയാണെന്ന് ബി.ജെ.പി പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. മാറ്റമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് സുരേഷ് ഗോപി അയാളുടെ നിലയ്ക്ക് നേടിയ നേട്ടമാണ്. അല്ലാതെ അത് വ്യത്യസ്തമാണ്. അതിന് സുരേന്ദ്രന് കണ്ടിട്ടൊന്നും അവകാശപ്പെടാനില്ല. സന്ദീപ് വാര്യർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ബി.ജെ.പിയുടെ ബന്ധങ്ങളെക്കുറിച്ച്, അതായത് ബി.ജെ.പിയുടെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ നേതാക്കൾ അസംതൃപ്തരാണ് തുടങ്ങി ഈ ഉടക്കി നിന്ന കാലം അത്രയും സന്ദീപ് വാര്യർ പഠിച്ചത് ഇതാണ്. ബി.ജെ.പി ശരിക്കും കോൺഗ്രസിന്റെ പല ആളുകളെയും വലിച്ചിട്ടുണ്ട്. അത് ശരിക്കും കോൺഗ്രസിന് സ്മൂത്തായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഗുണകരമായി. ഇവരൊക്കെ ഈ വലിച്ച ആളുകളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയ ആളുകളാണ്. അവരൊക്കെ എന്ത് ചെയ്തു, പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കളി തിരിച്ചു കേരളത്തിൽ തുടങ്ങി എന്ന് വേണം പറയാൻ. 1000 കോഴി കരക്കാട എന്നുള്ള കണ്ടീഷനിൽ ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചും സന്ദീപ് വാര്യരെ സംബന്ധിച്ചും ഒക്കെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് ചില ന്യായീകരണങ്ങൾ പറയാനുണ്ട്. അവർ പറയുന്നത് ഇവർക്കെതിരെ നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രനാണ് ഏറ്റവും വലിയ ആരോപണ വിധേയൻ. കൊടകര കുഴൽപ്പണക്കടത്ത് കേസ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ബി.ജെ.പിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട് അല്ലേ? അത് പ്രത്യേകിച്ച് വലിയ രീതിയിലേക്ക് ജനസമ്മതിയുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മളിത് എടുത്തു പറയേണ്ട വിഷയം, കോൺഗ്രസ്സുകാരൊക്കെ ശരിക്കും ബി.ജെ.പിയിലേക്ക് വലിച്ചതൊക്കെ അനിൽ ആൻ്റണി പോലെ ഉള്ള ആളുകൾ വലിയ പൊട്ടിത്തെറിയൊന്നും അതിലുണ്ടായിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാൻ. പക്ഷേ ബി.ജെ.പിയിൽ നിന്ന് സന്ദീപ് വാര്യരെ പോലെ ഒരാളെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ശരിക്കും യദുവിൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും നോക്കിക്കാണും? ഇതിൽ നമ്മൾ പറയേണ്ടത് ഈ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരെ ഏത് പാർട്ടിയിൽ നിന്ന് എങ്ങനെ എപ്പോൾ കൊണ്ടുവരണം, അതിൽ 101% കൃത്യമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. സത്യം. പക്ഷെ ബി.ജെ.പി തിരിച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ടോം വടക്കൻ, അതുപോലെ തന്നെ അനിൽ ആൻ്റണി ഏറ്റവും ഒടുവിൽ, അതിനിടയിൽ ഈ പറയുന്ന വേറെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പി എടുക്കുമ്പോൾ അതുകൊണ്ട് ബി.ജെ.പിക്ക് എന്ത് നേട്ടം, കോൺഗ്രസിന് എന്ത് നഷ്ടം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ എ.ഐ.സി.സി വക്താവായിരിക്കുന്ന സമയത്താണ് ടോം വടക്കനെ ബി.ജെ.പി വിളിച്ചത്. ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ അന്ന് ബി.ജെ.പിക്കാർ പറഞ്ഞിരുന്നത്, നേതൃത്വം പറഞ്ഞിരുന്നത്, ടോം വടക്കൻ വരുന്നതിലൂടെ ദേശീയ തലത്തിലൊരു വലിയ പ്രകമ്പനം ഉണ്ടാവും. അതുപോലെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്നാണ്. പക്ഷേ നമ്മളൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ അബ്ദുള്ള കുട്ടിയെ ദേശീയ മുസ്ലിമായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി മുസ്ലിങ്ങളൊക്കെ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. നമ്മളൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ അനിൽ ആൻ്റണി വരുമ്പോൾ ക്രൈസ്തവ യുവത മുഴുവനായി നമ്മളിലേക്ക് വരികയാണെന്ന് ബി.ജെ.പി പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അനിൽ ആൻ്റണി പ്രചാരണത്തിലിറങ്ങിയ പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ ഏതാണ്ട് പകുതിയായി വോട്ടിംഗ് ശതമാനം കുറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആകെ ഇതിനൊക്കെ ഈ ഇത്രയും കാലത്തെ ബി.ജെ.പിയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ ഒരു മാറ്റമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് സുരേഷ് ഗോപി അയാളുടെ നിലയ്ക്ക് നേടിയ നേട്ടമാണ്. അല്ലാതെ അത് വ്യത്യസ്തമാണ്. അതിന് സുരേന്ദ്രന് കണ്ടിട്ടൊന്നും അവകാശപ്പെടാനില്ല. ഈ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 12-15 നിന്ന് 20 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ അതിൽ ബി.ജെ.പി നല്ലൊരു കുതിപ്പ് നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബി.ജെ.പിക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുടുന്നനെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു. അത് ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടാക്കുന്നൊരു പൊട്ടിത്തെറി ചെറുതായിരിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ബി.ജെ.പിയുടെ ബന്ധങ്ങളെക്കുറിച്ച്, അതായത് ബി.ജെ.പിയുടെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ നേതാക്കൾ അസംതൃപ്തരാണ് തുടങ്ങി ഈ ഉടക്കി നിന്ന കാലം അത്രയും സന്ദീപ് വാര്യർ പഠിച്ചത് ഇതാണ്. ഏതൊക്കെ നേതാക്കൾ ബി.ജെ.പിയിൽ അസംതൃപ്തരാണ്, ഏതൊക്കെ നേതാക്കൾ ഒന്ന് വലിച്ചാൽ വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സന്ദീപ് വാര്യർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ ബി.ജെ.പിയുടെ പല പ്രധാനപ്പെട്ട തസ്തികകളിലും ഇരിക്കുന്ന ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സന്ദീപ് വാര്യന് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ബി.ജെ.പി ശരിക്കും കോൺഗ്രസിന്റെ പല ആളുകളെയും വലിച്ചിട്ടുണ്ട്. അത് ശരിക്കും കോൺഗ്രസിന് സ്മൂത്തായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഗുണകരമായി. ഉറപ്പായിട്ട്. അതായത് ഗുണകരമായി ഇവരൊക്കെ ഈ വലിച്ച ആളുകളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയ ആളുകളാണ്. അവരൊക്കെ എന്ത് ചെയ്തു, പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അതിനപ്പുറത്തേക്ക് വേറെ വലിയ സംഭവം പറയാനുണ്ട്. അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കളി
തിരിച്ചു കേരളത്തിൽ തുടങ്ങി എന്ന് വേണം പറയാൻ. കാര്യം അത് വലിയൊരു പോയിന്റാണ്. ഇപ്പൊ CPM ആണെങ്കിൽ പോലും പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ നേരിടുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? BJPയുടെ ഏറ്റവും മികച്ചൊരു സംഘാടകൻ, ഏറ്റവും മികച്ചൊരു നേതാവ്, അതും ലൈം ലൈറ്റിൽ നിന്നിരുന്ന, മുൻ നേതാവൊന്നുമല്ല, ലൈവായിട്ട് നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഒറ്റയടിക്കുക, അതും ഏറ്റവും ക്രൂഷ്യലാണ്. BJPക്ക് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് BJP വിലയിരുത്തുന്ന A ക്ലാസ് മണ്ഡലമായ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അത് ഞാൻ ഏതിനോട് ഇന്നലെ സംസാരിച്ചു പറയാം. 1000 കോഴി കരക്കാട എന്നുള്ള കണ്ടീഷനിൽ സംഭവം പണി കൊടുത്തു, 100% പണി കൊടുത്തു. കാര്യം ഈ BJP പാലക്കാട് BJP സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പാലക്കാട് ചെറിയൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുക. പക്ഷെ അതങ്ങ് തീർത്തു, അത് മുഴുവനായും തീർത്തു. പക്ഷെ ഞാൻ യദുവിനോട് ചോദിക്കാനുള്ളത്, കോൺഗ്രസിന്റെ എല്ലാവരും ചോദിക്കും ഇപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഇനി വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിന് പല സമയത്തും ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ പറയാം, വോട്ട് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അതായത് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാവുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങി എന്നുള്ളതാണ്. കോൺഗ്രസ് പണിയെടുത്ത് തുടങ്ങി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കൾ കൃത്യമായി കളത്തിലിറങ്ങി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ ഒരു ഓപ്പറേഷന് പിന്നിൽ ഷാഫി പറമ്പിലും VD സതീശനൊക്കെ അടക്കുന്ന ഒരു ടീം. അതായത് നമ്മൾ നോക്കുക, പാലക്കാട് ഇപ്പോൾ BJPയുടെ ആയാലും CPMൻ്റെ ആയാലും ഒന്നും ക്യാമ്പയിനുകളിൽ ഒരു ഐക്യം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നോക്കുക, VD സതീശൻ, K സുധാകരൻ, VK ശ്രീകണ്ഠൻ, ഈ പറയുന്ന ഷാഫി പറമ്പിൽ, ഇവരൊക്കെ മുഴുവൻ സമയവും ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ജനങ്ങളുമായി ഇടപെടുകയും ജനങ്ങളോട് ക്യാൻവാസ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നേതാക്കളാണ്. അപ്പോൾ രണ്ടാമത് ഭരണം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ഇവിടെ അവസാനിക്കുന്ന സാഹചര്യമൊന്നുമില്ല. മുമ്പ് K സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, കോൺഗ്രസ് ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ വരും. അതായത് BJP ആണ് ഇനി പ്രധാന പ്രതിപക്ഷം, കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അനിൽ ആന്റണി പോയതിനു ശേഷം സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ട് പറഞ്ഞ കോൺഗ്രസിൽ നിന്ന് ഇനി ഒരു പട തന്നെ വരാൻ പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകും, നേരെ തിരിച്ചായിരിക്കും. സംഭവിക്കാൻ പോകുന്നത് നേരെ തിരിച്ചാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ പിടികിട്ടാത്ത രീതി ശരിക്കും BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അത് മാത്രമല്ല, നേരെ തിരിച്ച് ഇപ്പൊ BJP നേതാക്കൾ ഇപ്പോൾ വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. BJPയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ BJP നേതാക്കൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പോക്കാണെങ്കിൽ ഉറപ്പിച്ചോളൂ UDF അധികാരത്തിലേറുന്ന സാഹചര്യം തന്നെ വരും. ആ സമയം ആകുമ്പോഴേക്കും ഇതൊരു നെറ്റ്വർക്കായി, അതായത് സന്ദീപ് വാര്യരെ ഉപയോഗിച്ച് കോൺഗ്രസ് BJPയുടെ അടിവേര് മാന്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. പക്ഷേ BJP എന്ന സംഘടനാ സംവിധാനം അതൊക്കെ RSSൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ സ്ട്രക്ചറൊക്കെ RSS തീരുമാനിക്കും, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിചാരിക്കുന്ന ഒരു നേട്ടം BJPക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് BJPയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിമതരായി തന്നെ അവിടെ തന്നെ നിർത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ സന്ദീപ് വാര്യർ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും വലിയൊരു വിഷയം പറയാനുള്ളത്, BJPയുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും സന്ദീപ് വാര്യർ. എങ്ങനെയാണ് ആരൊക്കെ എങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ വേറെ കാര്യം പറയേണ്ടത്, പാലക്കാട് ശരിക്കും ശോഭാ സുരേന്ദ്രനെ വേണം നിർത്താമായിരുന്നു. എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളത് ചോദ്യമാണ്. ശോഭാ സുരേന്ദ്രൻ പഴയ കാലത്ത് തന്നെ യദുവിനറിയാലോ, മിക്കവാറും വരാൻ നിൽക്കുവാണ്, ചാടാൻ നിൽക്കുവാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പോകാൻ, അപ്പം ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചും സന്ദീപ് വാര്യരെ സംബന്ധിച്ചും ഒക്കെ BJP സംസ്ഥാന നേതൃത്വത്തിന് ചില ന്യായീകരണങ്ങൾ പറയാനുണ്ട്. അവർ പറയുന്നത് ഇവർക്കെതിരെ നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് പല വഴിക്ക് സംഘടനാ തലത്തിൽ പരാതികൾ കിട്ടിയിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ പേഴ്സണലായി ചില പരാതികൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഈ പറയുന്ന ഒത്തുതീർപ്പുകൾക്ക് പണം വാങ്ങുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ K സുരേന്ദ്രനാണ് ഏറ്റവും വലിയ ആരോപണ വിധേയൻ. കൊടകര കുഴൽപ്പണക്കടത്ത് കേസ്, ഈ സുരേന്ദ്രനൊപ്പമുള്ള V മുരളീധരനെതിരെയും ഈ കൃഷ്ണകുമാറിനെതിരെ പോലും നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ കളങ്കിതരായ രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തുന്നു എന്ന നിലയിൽ സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയതാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. അത് കേരളത്തിൽ ഈ സന്ദീപ് വാര്യർക്കും ശോഭാ സുരേന്ദ്രനും ഏകദേശം ജനപിന്തുണ ഏകദേശം ഒരേപോലെയാണ്. കാര്യങ്ങൾ വെട്ടി തുറന്നു പറയാ എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കും. ശോഭാ സുരേന്ദ്രനെ കുറച്ച് മുൻപ് കുറച്ചുകൂടെ വൈകാരികമായി സംസാരിച്ചിരുന്നെങ്കിലും വളരെ പക്വമായിട്ടാണ് ഇപ്പോൾ ഓരോ നടത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നോക്കി കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും ഈ പൊട്ടിത്തെറി എന്തായാലും ഇപ്പോൾ മാറിയത് എന്തായാലും നല്ല രീതിയിൽ തന്നെ കോൺഗ്രസിന് വലിയ ഗുണമുണ്ടാക്കും. അപ്പുറത്തേക്ക് BJPയുടെ സംഘടനാ സംവിധാനം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം സുരേന്ദ്രൻ മാത്രം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുരേന്ദ്രൻ മാത്രമേ പറയുന്നുള്ളൂ. BJP അണികൾക്കും അനുഭാവികൾക്കും ഒക്കെ അറിയാം ഇതൊരു വലിയ നഷ്ടമാണെന്ന്. വെട്ടിനിരത്തലുകൾ ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് BJPയിൽ. അത് ഈ കേരള BJP ഘടകത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും, 100% ബാധിക്കുമെന്നുള്ളതാണ്.